ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ക്ലാസ്സിന് പോകാൻ ഇറങ്ങിയതാണ്. പക്ഷേ കളർ ഡ്രസ്സ് ഇട്ട് പോയതുകൊണ്ട് എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും ക്ലാസ് കയറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ പുറത്ത് പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ അതിലും വലിയ ട്വിസ്റ്റ് ആയിരുന്നു കേട്ടോ. അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മ വാതിലും പൂട്ടി എങ്ങോട്ടോ പോയി. പിന്നെ അമ്മ വരുന്നവരെ ഞാൻ അത് പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നു. ആ സമയത്താണ് എൻ്റെ കാതിലെ കമ്മൽ പോയ കാര്യം വരെ ഞാൻ അറിയുന്നത് കേട്ടോ. ഇത്രയും നേരം ഒറ്റ കാതിൽ മാത്രം കമ്മലിട്ടിട്ടാണല്ലോ ടൗണിൽ കൂടെ ഇറങ്ങി നടന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. അതിനുശേഷം നമുക്ക് രാത്രി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേക്കപ്പിന് പോകാൻ വേണ്ടി റെഡി ആയിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ ലെൻസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. ആദ്യമായിട്ട് തന്നെ എനിക്ക് ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു കണ്ണിന് ഭയങ്കരമായിട്ട് വെള്ളം വരുമായിരുന്നു. ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, കാരണം നമുക്ക് ഭംഗിയാണല്ലോ പ്രധാനം. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം സഹിച്ച് പിടിച്ചത് നല്ല അടിപൊളിയാക്കി കണ്ണൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. യക്ഷി കണ്ണ് പോലെ ഉണ്ടല്ലോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് ബസ്സിൽ ഒരു 45 മിനിറ്റ്സ് യാത്ര ഉണ്ട് കേട്ടോ ഡാൻസ് ക്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മുടെ റോഡൊക്കെ നല്ല അടിപൊളി റോഡായതുകൊണ്ട് തന്നെ വളരെ സുഖകരമായ യാത്രയായിരുന്നു. അവിടെ എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മേക്കപ്പിനുള്ള മാഷുമാർ വന്നു. ഞാനും എൻ്റെ ടീച്ചറും അതുപോലെ നീത ടീച്ചറുമായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അവിടെ റെഡി ആവായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഇരുന്ന് മേക്കപ്പിന്. പിന്നെ നികിത ടീച്ചർ ഇതേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കായിരുന്നു. മേക്കപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി. ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും അടിപൊളി നൈസ് മേക്കപ്പായിരുന്നു. പിന്നെ ഇതാ മാഷിൻ്റെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലുക്കായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭയങ്കര പ്രത്യേകതരം ഒരു എലഗൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ.